ഇടുക്കി മൂന്നാറിലെ അന്തരീക്ഷ താപനില താഴേക്ക്. താപനില 0-നും താഴേക്ക് എത്താനും സാധ്യത. താപനില 0-ലേക്ക് അടുത്തെത്തിയതോടെ പലയിടത്തും പുൽമേടുകളിൽ മഞ്ഞിൻ കണങ്ങൾ പുതഞ്ഞ് കാഴ്ച വളരെ മനോഹരമായിട്ടുണ്ട്. ശൈത്യം ആസ്വദിക്കാൻ മൂന്നാറിൽ സഞ്ചാരികളുടെ തിരക്കും വർദ്ധിക്കുകയാണ്. തെക്കിന്റെ കാശ്മീരായ മൂന്നാറിൽ തണുപ്പുകാലം ആരംഭിച്ചു. അന്തരീക്ഷ താപനില ദിവസവും കുറയുന്ന സ്ഥിതിയുണ്ട്. വൈകാതെ താപനില 0-നും താഴേക്കെത്തുമെന്നാണ് പ്രതീക്ഷ. കന്നിമല, ദേവികുളം, അരുവിക്കാട്, ചെണ്ടുവാരെ, സൈലന്റ് വാലി തുടങ്ങിയിടങ്ങളിലൊക്കെയും 2 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. കഴിഞ്ഞ രാത്രിയിലെ അന്തരീക്ഷ താപനില 0-നടുത്തേക്ക് എത്തിയതോടെ പലയിടത്തും പുൽമേടുകളിൽ മഞ്ഞിൻ കണങ്ങൾ പുതഞ്ഞ് കാഴ്ച വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു. വട്ടവട മേഖലയിലും ശൈത്യം അനുഭവപ്പെടുന്നുണ്ട്. പാമ്പാടുംചോല ദേശീയോദ്യാനത്തിലെ പുൽമേടുകളിൽ മഞ്ഞിൻ കണങ്ങൾ ഉറഞ്ഞ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ശൈത്യം ആസ്വദിക്കാൻ മൂന്നാറിൽ സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചു. മലയൊക്കെ കയറാൻ തുടങ്ങിയപ്പോൾ കൈയൊക്കെ കൂച്ചും പിടിച്ചേക്കാണ്. നല്ല തണവാണ്. സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ, സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ആക്ച്വലി നല്ല തണവാണ്. ആക്ച്വലി മൂന്നാർ വിസിറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ടൈമാണിത്. നല്ല തണവുണ്ട്, നല്ല സീസണാണ്. ഈവൻ റിവറിൽ നിന്നൊക്കെ പുകയാണ് വരുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഈ ഗ്രാസും എല്ലാത്തിനും ഈ കോടയാണ് പൊങ്ങി വരുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളാണ് ഇപ്പോൾ കാണാനായിട്ട്. ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾക്കായി റിസോർട്ടുകളിലും ഹോം സ്റ്റേകളിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. രാത്രികാലത്തും പുലർച്ചെയുമാണ് മൂന്നാറിൽ വലിയ തണുപ്പ് അനുഭവപ്പെടുന്നത്. കാർമേഘമൊഴിഞ്ഞതോടെയാണ് മൂന്നാറിൽ തണുപ്പ് കാലം ആരംഭിച്ചത്. കഴിഞ്ഞ ജനുവരിയിലാണ് മൂന്നാറിൽ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെട്ടത്. അന്ന് -1 ആയിരുന്നു താപനില. വിദേശികളെയും സ്വദേശികളെയും ഒരുപോലെ ആകർഷിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് മൂന്നാർ. 2023 ഏകദേശം 15 ലക്ഷത്തിന് മുകളിൽ ആഭ്യന്തര വിനോദസഞ്ചാരികൾ മൂന്നാർ സന്ദർശിച്ചു മടങ്ങിയതായാണ് കണക്ക്. താപനില മൈനസിലേക്ക് പോകുന്നതോടെ ഇത്തവണ സഞ്ചാരികളുടെ തിരക്ക് വലിയ തോതിൽ വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.